ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ ഒരു ഏപ്രിൽ മാസത്തിലാണ് തോന്നുന്നു, ഞാൻ അതിന് മുമ്പ് ഒരു 3-4 വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 3-4 വീഡിയോസും കണ്ടു. അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ശരി ഞാനും കൊളുത്തിക്കളയാം. മാർച്ച് ലാസ്റ്റായിട്ട് ഞാനൊരു 48 ദിവസം രാവിലെ 4:15 അലാറം വയ്ക്കും. അലാറം വെച്ച് ഞാൻ ഒരു 4:35 40 ആകുമ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞ് നേരെ വന്നിട്ട് ഞാൻ ബ്രഹ്മ മുഹൂർത്ത വിളക്ക്, അന്ന് ഒരു വലിയൊരു നിലവിളക്കായിരുന്നു കേട്ടോ ഞാൻ കൊളുത്തി വെച്ചത്. പിന്നെയാണ് എനിക്ക് ആഗ്രഹം വന്നത് ഒരു ചെറിയ ബ്രാസിൻ്റെ തളിക, ആ തളികയിൽ ബ്രാസിൻ്റെ ചെറിയ ചെറിയ ഈ കാർത്തിക വിളക്ക് മണ്ണിൻ്റെ കാർത്തിക വിളക്ക് കണ്ടിട്ടില്ലേ, അതേപോലെ ബ്രാസിൻ്റെ തന്നെ വിളക്ക്, ബ്രാസിൻ്റെ ആ മോഡലിലുള്ള വിളക്കുകൾ ഒരു 5 എണ്ണം ഞാൻ മീഷോയിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നിലവിളക്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നും ഞാനത് കൊളുത്തി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോയിലൊക്കെ കണ്ടിരുന്നത് അവർ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. നോണൊന്നും കഴിക്കാൻ പാടില്ല ആ ദിവസങ്ങളിൽ, അത് നോണൊന്നും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. കഴിക്കാതിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ അല്ലേ നമ്മൾ കഴിക്കുന്നില്ലല്ലോ, പിന്നെ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുളിച്ചിട്ടല്ലേ വിളക്ക് കൊളുത്ത്. കഴിയുന്നതും നമ്മൾ നോൺ കഴിക്കാതിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ മണ്ഡല മാസങ്ങളിലൊക്കെ നോൺ സാധാരണ കഴിക്കുന്നവർ പോലും ആ മാസങ്ങളിൽ അല്ലെ മണ്ഡലകാലത്തൊന്നും മലയ്ക്ക് മാലയിട്ടവരൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ നോൺ കഴിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു 3-4 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ കഴിക്കാറുള്ളൂ, ചിക്കനോ വല്ലതൊക്കെ വാങ്ങാറുള്ളൂ. ഈ ദിവസം ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഈശ്വര ഭഗവാനെ നല്ലത് വരുത്തണേ, എൻ്റെ മക്കൾക്കും എനിക്ക് നല്ലത് വരുത്തണം, എന്നും സന്തോഷമായിട്ടിരിക്കണം, സമാധാനം ഉണ്ടാകണം എന്നും ഇപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ, പിന്നെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരുത്തണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അല്ലെങ്കിലും ഈ എന്നും വിളക്ക് കൊളുത്തും പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുമ്പോഴും ഇന്നതൊരു പ്രത്യേക കാര്യം എനിക്ക് നടക്കണം, അത് നടത്തി തരണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല കേട്ടോ. എനിക്ക് എന്നും അതിനേക്കാളൊക്കെ ഏറ്റവും വലുത് എനിക്ക് എന്നും സന്തോഷവും സമാധാനവും വേണം. എൻ്റെ ആരോഗ്യത്തോടെ ഇരിക്കണം. എൻ്റെ മക്കളും ഞാനും എൻ്റെ അമ്മയെ പറ്റിയിട്ടും പ്രാർത്ഥിക്കും, എൻ്റെ അനിയനെ പറ്റിയും പ്രാർത്ഥിക്കും കേട്ടോ. എന്നും അതൊരു കുറേ വർഷങ്ങൾ മുതൽ, ഓർമ്മ വെച്ച് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എന്നോ അങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ കയറി. അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 13 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന് എന്നും പ്രാർത്ഥിക്കും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ്. അതുപോലെ എന്നും എനിക്ക് സന്തോഷവും സമാധാനം കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എല്ലാം ഈശ്വരനെ വിട്ടുകൊടുത്തിരിക്കണം, എല്ലാം നമ്മളുടെ വിധി പോലെ. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഞാൻ. ഒരു കാര്യത്തിൽ അങ്ങനെ ഭയങ്കര മടി വേണമെന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ ചെയ്യും. വേണം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകും. അതിൽ ഒരു കാര്യമായിരുന്നു, ഞാൻ പറയാട്ടോ അതെന്താണെന്ന്. അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര ഇങ്ങനെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഞാനൊരു 6 മണി വരെയൊക്കെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ധ്യാനത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ വെറുതെ ഈ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. നമ്മൾ എവിടെയാണോ, സോഫയിലാണെങ്കിൽ സോഫയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ചെയറിലാണെങ്കിൽ ചെയറിൽ, എവിടെ ഇരിക്കുകയാണെങ്കിലും ഈ കാല് രണ്ടും പിണച്ച് വയ്ക്കുക. കാൽപാദങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വയ്ക്കുക. ഈ വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് നമ്മളുടെ ഈ ശ്വാസം ഉണ്ടല്ലോ, ഈ ശ്വാസത്തിൽ നമ്മളൊന്നിങ്ങനെ ചെറുതായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഇങ്ങനെ വലിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് നമ്മൾ സാധാരണ പിന്നെ എന്താണ് ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുന്നത്,
അതേപോലെ തന്നെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ അതിനു വേണ്ടി ഭയങ്കര ഇങ്ങനെ എടുത്ത് വിടുകയെ അങ്ങനെയൊന്നും ചെയ്യണ്ട. ആഴത്തിൽ ശ്വാസം എടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇരിക്കുക, നമ്മൾ ആ ശ്വാസത്തിലൊന്നിങ്ങനെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്കിവിടെ അത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വയറിൻ്റെ ഭാഗം ഇങ്ങനെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോവും, വിടുമ്പോൾ അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, ശ്വാസം വയറിങ്ങനെ വലുതാവുന്നതും ചെറുതാവുന്നതും അതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ ഇരുന്ന് നമ്മുടെ മനസ്സ് എവിടേക്കും പോയില്ല. നമ്മൾ എന്തിനാണ് ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പല ചിന്തകളും വരില്ല. അതിനെ ബ്രേക്ക് ചെയ്യുക. പല ചിന്തകളും നമ്മുടെ മനസ്സിലല്ലേ, നമ്മളുടെ മനുഷ്യനല്ലേ ഏത് നേരം ചിന്തിച്ചു കൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ ആ ചിന്തകളെയൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കണം. അഥവാ നമ്മളിങ്ങനെ ഒരു 2 മിനിറ്റ് ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളറിയാതെ എവിടെയെങ്കിലും ഓർമ്മകളിൽ പോകും. പെട്ടെന്ന് നമ്മളത് ബ്രേക്ക് ചെയ്യണം. അയ്യോ ഞാൻ എന്തോ ഓർക്കുന്നുണ്ട്, വേണ്ട നമുക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് നമ്മൾ കുറേ കഴിയുമ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. പക്ഷേ നമ്മൾ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മളെ ചിന്തകളൊക്കെ കട്ട് ചെയ്യുക. ആ സമയത്തെങ്കിലും നമ്മൾ അല്ലാത്ത സമയത്ത് എന്തായാലും ഓർമ്മകൾ പലതും നമ്മൾ വരും, ചിന്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളിങ്ങനെ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒന്നുമില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ അവിടെ ചന്ദനത്തിരയുടെ മണം ഇങ്ങനെ വരുന്നുണ്ടാവും. നമ്മൾ കൊളുത്തി വെച്ചത് നെയ്യൊഴിച്ച് കത്തിക്കുകയാണെങ്കിൽ നെയ്യിൻ്റെ മണം, അല്ലെങ്കിൽ വിളക്ക് കത്തുമ്പോഴും അതിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ. ആ മണവും ചന്ദനത്തിരയുടെ മണവും നമ്മളുടെ ആ പ്രാർത്ഥനയൊക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു മനസ്സ് അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് എത്ര നേരം വേണമെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വരെ കേട്ടോ, പറ്റുന്നത് വരെ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞ് അങ്ങനെ നിങ്ങളൊരു 2-3 ദിവസം ഈ വിളക്ക് കൊളുത്തി വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ജപിച്ചാൽ മതി കേട്ടോ. മനസ്സിൽ ഉറക്കെ ജപിക്കണം എന്നൊന്നുമില്ല, പതുക്കെ ജപിച്ചാൽ മതി. നിങ്ങൾ അവിടെ വിളക്ക് കൊളുത്തി വെച്ച അവിടെ തന്നെ വേണമെന്നില്ല, നമുക്ക് സൗകര്യമുള്ള സ്ഥലത്തിരിക്കാം. നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കണ്ണിനൊക്കെ ഒരു ഉന്മേഷമായിരിക്കും. വിളക്ക് കത്തുന്നതും പടത്തിൻ്റെ അവിടെ, ഒന്നല്ലെങ്കിൽ പടത്തിൻ്റെ അവിടെ ദൈവപ്പടത്തിൻ്റെ അവിടെ കൊളുത്തുക. അതല്ലെങ്കിൽ നമ്മൾക്ക് സൗകര്യപ്രദമായ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണെന്ന് വെച്ചാൽ ഹാളിൽ, ബെഡ്റൂമിലൊന്നും വേണ്ട, ഹാളിൽ കൊളുത്തി വെക്കുക. സിറ്റ് ഔട്ടിലാണെങ്കിലും അത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകതരം ഒരു മനസ്സിനൊരു ആനന്ദമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് ഇരുന്ന് എന്തായാലും ബെഡ്റൂമിൽ ധ്യാനം ചെയ്യാൻ പാടില്ല കേട്ടോ. എന്ന് പറയുന്നത് നമ്മളത് ഉറങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്കത് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അതൊന്നും ചെയ്യണ്ട. അപ്പോൾ എപ്പോഴും ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, 15 ആണെങ്കിൽ 15, അല്ല നിങ്ങൾക്ക് അത് ഇരുന്നിട്ട് നല്ല സുഖം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കുക, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അങ്ങനെ അങ്ങനെ ഞാൻ ഇരിക്കാറുണ്ട്. ഞാൻ പക്ഷേ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് എത്രയോ ശരിക്കും 2 വർഷമൊക്കെ ആയിട്ട് ഞാൻ ഈ ധ്യാനം ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര മാറ്റമാണ് നമുക്ക് ധ്യാനം ചെയ്യുന്ന സമയത്ത് കേട്ടോ. എന്തറിയോ, നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, ദേഷ്യമൊക്കെ നന്നായി കുറയുന്ന പോലെ. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ചിലപ്പോൾ അടുത്തുള്ളവരോ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്നിട്ട് അവരോട് പറയുമ്പോൾ നല്ല രീതിയിൽ പറയും. ചില വീട്ടുകാരുണ്ടല്ലോ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടല്ല, അവരുടെ സൗകര്യങ്ങൾ നോക്കുകയാണ്. അവരുടെ വീട്ടിലെ വേണ്ടാത്തതിനൊക്കെ എടുത്തിട്ട് നമ്മളുടെ വീട്ടിൻ്റെ മുന്നിൽ റോട്ടിലെടുത്തിടും, വേണ്ടാത്ത വേസ്റ്റ് സാധനങ്ങളൊക്കെ. അതായത് അവരുടെ വീട് നന്നായിരിക്കണം, മറ്റുള്ളവരെ എങ്ങനെയോ ആയിക്കോട്ടെ എന്നുള്ള ചിന്താഗതിക്കാരുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ മഹാപാവമാണ്. നമ്മളുടെ വേണ്ടാത്ത സാധനത്തിന് മേലെ 4 പേര് ചവിട്ടി പോകുന്നതൊക്കെ മഹാപാവമാണ് കേട്ടോ. നമ്മൾ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര അപ്പോഴത്തെ നമ്മളുടെ സൗകര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ നാട്ടുകാരുടെ സൗകര്യം കൂടി. അതേപോലെ മറ്റുള്ളവർ നമ്മളെ ചെയ്താൽ നമുക്ക് വിഷമാകുമോ?
നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളുടെ വീട്ടിൻ്റെ മുന്നിൽ ഇതുപോലെ ആരെങ്കിലും അപ്പുറത്തുള്ളവർ ഇട്ടു, അല്ലെങ്കിൽ അഴുക്ക് വെള്ളം അങ്ങനെ ഒലിച്ചു പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും, അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അനുഭവിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മളും നമ്മളുടെ മക്കളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഈ നടന്നു പോകുന്നവരൊക്കെ ചിലപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊന്നുമില്ല, അവർ പ്രാവും മനസ്സിൽ ശപിക്കും, ഇവറ്റകളെ കൊണ്ട് തോറ്റില്ല, എന്തൊരു ഉപദ്രവമാണെന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കും. അതിൻ്റെയൊക്കെ ശാപം നമ്മൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അവരുടെ വിഷമത്തിൻ്റെ ആ വേദനയൊക്കെ പാപങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം ഞാൻ ടോപ്പിക്കേ മാറി. എന്താ ഞാൻ പറഞ്ഞു വന്നത്? അങ്ങനെ ധ്യാനം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നെ കുറച്ച് അരമണിക്കൂർ വിളക്ക് കത്തിച്ച് നിങ്ങൾക്ക് അത് അണച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ 48 ദിവസം നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെയും താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് 1 മാസത്തെ ഗ്യാപ്പോ അല്ലെങ്കിൽ 10 ദിവസത്തെ ഗ്യാപ്പോ അല്ലെങ്കിൽ 2 മാസത്തെ ഗ്യാപ്പോ ഇട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, പ്രത്യേകിച്ച് ഞാനൊന്നും ഒരാഗ്രഹം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഇതേപോലെ തന്നെ നല്ലത് വരുത്തണേ ഭഗവാനെ, എന്ന് സന്തോഷവും സമാധാനവും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഈ ധ്യാനം ചെയ്യുമ്പോൾ ഞാൻ അത് മറന്നുപോയി. ധ്യാനം ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വല്ലാതെ കുറയും. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെയുള്ള അടുത്ത വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും എന്നുള്ളത്. പിന്നെ അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ അവരറിയാതെ ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. ചെയ്യുമ്പോൾ എനിക്കൊരു ദേഷ്യവും വരാതിരിക്കുക. ദേഷ്യമില്ല, ആരോടും ഒരു ദേഷ്യവും എനിക്കില്ല. ഞാൻ എന്നിട്ട് അതിശയിച്ച് പോയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ഇതൊക്കെ കണ്ട ദേഷ്യം വരുന്നതാണല്ലോ. അപ്പോൾ ശരിയാണ്, ഈ ധ്യാനവും ഞാൻ പല വീഡിയോയിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിലവർ പറയുന്നുണ്ട്, നമ്മളുടെ ഒരുപാട് ആൾക്കാർ അതിൽ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് പറയുന്നുണ്ട്, അവരുടെ ദേഷ്യം കുറഞ്ഞു, വീട്ടിൽ നല്ല മാറ്റങ്ങളുണ്ടായി, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ഈ ബ്രാഹ്മ മുഹൂർത്ത വിളക്കും ധ്യാനവും ഒക്കെ ചെയ്തപ്പോൾ മറ്റുള്ളവരുടെ സ്വഭാവം തന്നെ മാറി, അവനവൻ്റെ സ്വഭാവവും മാറി, മറ്റുള്ളവരുടെ സ്വഭാവവും മാറി. വീട്ടിൽ നല്ല സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് അവർ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്താ പിന്നെയും പറഞ്ഞു വന്നത്, ഒന്നും ഓർമ്മ നിൽക്കണില്ല എനിക്ക്. അങ്ങനെ ഞാനൊന്നും പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, ഇങ്ങനെയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്, എന്തെങ്കിലും എനിക്ക് നല്ലത് വരുത്തണം, എൻ്റെ മക്കൾ നന്നായിരിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ 48 ദിവസം കൊളുത്തി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ കുറേ കാലമായിട്ട് ഒരു സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്തോ കാരണം കൊണ്ട് ഞാൻ നിർത്തി. പിന്നെ അത് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റണില്ല. പക്ഷെ എന്നാൽ ഞാൻ കാര്യമായിട്ട് അങ്ങോട്ട് വിചാരിക്കുന്നുമില്ല. തുടങ്ങാം എന്ന് വിചാരിക്കുക എന്നല്ലാതെ തുടങ്ങണില്ല കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞതുമാണെന്ന് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം എത്രയും പെട്ടെന്ന് തുടങ്ങണം. ശരി, എന്തായാലും മോള് വരുന്നുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ അവൾ വിഷുവിന് വരുന്നുണ്ട്. വിഷു കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വരുന്നത്. അപ്പോൾ എന്തായാലും അവളും കൂടി ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾക്ക് ഹെൽപ്പാവുമെന്ന് പറഞ്ഞിട്ട് അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവൾ വന്നതും ഞാൻ തുടങ്ങി. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ സംഭവം തുടങ്ങി. വേറെ ഒന്നുമില്ല, ഞാൻ ഇതിന് മുമ്പേ പിന്നെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 2019-ലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് അതങ്ങനെ, അപ്പോൾ കൊറോണ ടൈമൊക്കെയാണ്, ലോക്ക്ഡൗൺ വന്നു. ഞാൻ ബ്യൂട്ടി പാർലറൊക്കെ ക്ലോസ് ചെയ്തു, പോകാൻ പറ്റില്ലല്ലോ, എല്ലാ ഷോപ്പും പൂട്ടിയിടണമെന്നൊരു ഓർഡറൊക്കെ വന്നല്ലോ. അപ്പം ഞാൻ പാർലറിൽ പോയില്ല, ഞാനും മകളും മാത്രം, ചെറുതും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വെറുതെ ഒരു ടൈം പാസ് ആയിക്കോട്ടെ, ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് ചാനൽ തുടങ്ങി. പക്ഷെ വലിയ റീച്ചും സംഭവമൊന്നും ഇല്ല കേട്ടോ അന്ന് അതൊന്നും. അങ്ങനെ കുറേ ചെയ്തു, പിന്നെ അത് ഞാൻ നിർത്തി. അങ്ങനെ അതായിരുന്നു ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, ജൂൺ 3-ാം തീയതിയാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന ജൂൺ 3-ാം തീയതി ഞാനിട്ട ഷോർട്സ് തന്നെ ഈ ബ്രാഹ്മ മുഹൂർത്ത വിളക്ക് ഞാൻ മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതപ്പോഴേക്കും എനിക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഏപ്രിൽ 15-ാം തീയതിയാണോ 16-ാം തീയതിയോ എനിക്ക് കിട്ടി. അന്ന് അടുത്ത ദിവസം രാവിലെ മുതൽ ഞാൻ അതാണ് കൊളുത്തിയത്. അങ്ങനെ ഞാനത്
അതിൻ്റെ ഇതായിരുന്നു ഞാൻ അതിലെടുത്തത്. പക്ഷെ ഞാൻ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ പിന്നെ ഇടയ്ക്ക് കൊളുത്താൻ തുടങ്ങി. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിറയെ ദീപങ്ങൾ, വിളക്ക്, നിലവിളക്കൊക്കെ കൊളുത്തി വയ്ക്കുക, ചന്ദനത്തിരി അങ്ങനെ പുകയ്ക്കുക, സാമ്പ്രാണി പുകയ്ക്കുക, കർപ്പൂരം കത്തിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണം, വീട് ഭയങ്കര അമ്പലം പോലെ ഉണ്ടാവും കേട്ടോ വീട്. അപ്പോൾ അവിടെ അങ്ങനെ ആ ഒരു നിമിഷത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായാലും ശരി, എൻ്റെ മക്കൾക്കായാലും ശരി, എൻ്റെ അമ്മയ്ക്കായാലും ശരി ഭയങ്കര സന്തോഷം. എന്താ ഒരു വൈബ് അറിയോ മക്കളെ, അതൊക്കെ അനുഭവിച്ചറിയണം. നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അത് വെറും ഒരു ചന്ദനത്തിരി നിലവിളക്ക് കൊളുത്തി വെച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കർപ്പൂരം കൊളുത്തി സാമ്പ്രാണി എന്ന് പറഞ്ഞാൽ ഈ ചന്ദനത്തിരി പോലെയല്ലല്ലോ, മറ്റേത് കനലാക്കിയിട്ട് ചിരട്ട കനലാക്കിയിട്ട് അതിൽ സാമ്പ്രാണിപ്പൊടി പൊടിച്ച് ശരിയാക്കുന്നുണ്ട്. പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരിപ്പോൾ കിട്ടുന്നില്ല. അത് കിട്ടുമ്പോഴേക്കും ഒരുപാട് സമയമാവും. ഒരു പൊടി, എന്തൊരു കുന്തിരിക്കം. അയ്യോ, അതൊക്കെ പുകച്ചാലുണ്ടല്ലോ എൻ്റെ മക്കളെ, എന്താണെന്ന് പറയുക, ഒരു ഫീല് നമുക്ക് അതൊക്കെ അനുഭവിച്ചറിയണം. പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് എന്നെല്ലാം തോന്നണം അന്നൊക്കെ ഞാൻ ചെയ്യും. അത് ചൊവ്വ, വെള്ളി അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ടൗണിലേക്ക് പോകേണ്ടി വരും. പക്ഷേ എനിക്ക് എന്ന് തോന്നണോ അന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ എന്തായാലും ചന്ദനത്തിരി അടുപ്പിൽ ഇത് കൗണ്ടർ ടോപ്പിൽ ഞാൻ കത്തിച്ച് വയ്ക്കും. കുക്കിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഭക്തിഗാനങ്ങൾ മൊബൈലിൽ ഞാൻ വയ്ക്കും. ഭയങ്കര വൈബാണ് മക്കളെ. രാവിലെ നേരത്ത് ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ ഗീതോപദേശം. എനിക്ക് കൂടുതലിഷ്ടം ഗീതോപദേശം കേൾക്കാനാണ്. ആ ഗീതോപദേശം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അന്നത്തെ ദിവസം ഭയങ്കര എന്തൊരു സന്തോഷം, എന്തൊരു ശാന്തിയാണ് അറിയോ. നിങ്ങളതൊക്കെ കേൾക്കണം കേട്ടോ. എൻ്റെ ആഗ്രഹമാണ് നിങ്ങളതൊക്കെ ഒരാഴ്ച നിങ്ങൾ കേട്ട് നോക്ക്. എന്തായാലും അടുക്കളയിൽ ജോലി ചെയ്യല്ലേ നമ്മൾ, അതിനു വേണ്ടി അത് നോക്കിയിരിക്കുകയൊന്നും വേണ്ട, നമ്മൾക്ക് കേൾക്കുകയല്ലേ വേണ്ടൂ. കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ ജീവിതേ മാറും. വീട്ടിൽ നമ്മളെന്നും പോസിറ്റീവായിട്ടിരിക്കും. നമുക്ക് ദുഃഖങ്ങൾ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ചെറിയ വിഷമങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഓർക്കാൻ നിൽക്കില്ല. മനസ്സിന് നല്ല ശക്തി വരും മക്കളെ. നമ്മളെ ഉണർത്താൻ നമ്മൾ തന്നെ വേണം കേട്ടോ. ഒരാളും വരില്ല നമ്മളെ ഉണർത്താൻ. നമ്മൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നല്ല പാട്ട് കേൾക്കുക, പിന്നെ എന്തെല്ലാം ആണോ നമ്മൾക്കിഷ്ടം. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. നല്ല പാട്ട് കേൾക്കുക, ഭക്തിഗാനങ്ങൾ കേൾക്കുക, വീടൊക്കെ ഏത് നേരം സുഗന്ധങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ഇഷ്ടപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കളാണ് കേട്ടോ. എൻ്റെ മക്കളോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക. ഞാൻ അല്ലാതെ ഒന്നും ആരോടും അങ്ങനെ വെറുതെ സംസാരിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. വെറുതെ ഓരോരുത്തരും നമ്മളെ പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അവരുടെ സംസാരമൊന്നും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഒരുമാതിരിയുള്ള എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമല്ല കേട്ടോ. എപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്കത് അവരുടെ സംസാരങ്ങൾ വിഷമം ഉണ്ടാക്കാറുണ്ട്. അവരുടെ ചില ചോദ്യങ്ങളൊന്നും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുമില്ല. അപ്പോൾ വെറുതെ എന്തിനാ ഉള്ള സമാധാനം കളയണത്. എനിക്ക് എന്താണോ ആരാണോ സമാധാനം തന്നെ അവരോട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അവരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അനാവശ്യമായിട്ട് ഞാൻ അവരെ വിളിക്കുക, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ വിളിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്ന പോലെ വെറുതെ സമാധാനമായി ഇരിക്കണവിടെ എല്ലാവരെയും പോയി വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചനക്കി നമ്മളുടെ സമാധാനം ആ നേരം നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തനിയെ ഇരുന്ന് വെറുതെ ഒന്നും വേണ്ട, വെറുതെ നമ്മൾ ചിന്തിച്ചിങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ തന്നെ എന്തൊരു സുഖം അറിയോ. നമുക്ക് എന്തെങ്കിലും അഥവാ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടല്ല ഓർക്കേണ്ടത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഉണരാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഞാൻ രക്ഷപ്പെടുക, ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ആ വിഷമത്തിൽ തന്നെ ആയോ എന്നാലും ഇങ്ങനെ ചെയ്തില്ലേ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തില്ലേ, എന്നോട് ഇങ്ങനെ പെരുമാറണമല്ലോ, അമ്മ ഇങ്ങനെ പെരുമാറണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആകെ ഡള്ളായി പോകും. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. നമ്മുടെ ജീവിതേ നമ്മൾക്ക് വേണ്ടാന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് അത് കൊണ്ടെത്തിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ.
പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, കേൾക്കുക, കാണുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെന്താ, പിന്നെ അതുകൂടാതെ മോളപ്പോൾ ബാംഗ്ലൂർ വേറൊരു കമ്പനിയിൽ ജോലി കഴിഞ്ഞ് വേറൊരു ജോലിയിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവൾക്കൊരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അവരൊന്നും അറിയിക്കുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, ഞങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറയാന്നല്ലാതെ വരുന്നില്ല. അപ്പോഴും എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ്, ഇത് അവൾക്ക് കിട്ടും അങ്ങനെ എൻ്റെ മനസ്സിലിരുന്ന ആരോ ഇങ്ങനെ പറയുന്നത് പോലെ എനിക്കൊരു തോന്നൽ. അപ്പോൾ ഞാൻ മോളോട് പറയും, നീ പേടിക്കണ്ടെന്ന്, എനിക്കത് കിട്ടും, ഉറപ്പാണ് കിട്ടും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്തം, ഞാനപ്പോൾ അത് ഇങ്ങനെയൊക്കെ അവൾ വന്ന് പറയും, അമ്മ എനിക്കത് കിട്ടുമെന്ന് സംശയമാണ്, വേറെ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അത് നടക്കുന്നത്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞതും അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു, ഇത്രാം തീയതി ജോയിൻ ചെയ്യണം പറഞ്ഞിട്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും കുറച്ച് ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് നടന്നു കേട്ടോ. എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടണം. ബാംഗ്ലൂർ തന്നെയാണ്, പക്ഷേ ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അപ്പോൾ അത് നടന്നു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹം നടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 48 ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5:15 എന്തായാലും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തണം. അത് കഴിഞ്ഞാൽ ആ മുഹൂർത്തം കഴിയും. അപ്പോൾ നിങ്ങൾ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട്, ഇനിയിപ്പോൾ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മുഖവും കൈയും കാലും എങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുക 48 ദിവസം. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത്. ഒന്നല്ലെങ്കിൽ ധ്യാനം ചെയ്യുക, വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് ഒരു 10-15 അരമണിക്കൂർ ധ്യാനം ചെയ്യുക, അല്ലെങ്കിൽ നാമം ജപിക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നാൽ തുടങ്ങില്ല. എന്തായാലും നിങ്ങൾ ഉണർന്നേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ വിഷമങ്ങളുണ്ട് മനസ്സിന് എന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി മാറിക്കിട്ടും കേട്ടോ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും, വീട്ടിലെല്ലാവർക്കും ഒരു സന്തോഷമാകും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്യാൻ തുടങ്ങുന്നവർ കമൻ്റ് ഇടുക. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോയി എന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.